ഹലോ, ഇന്ന് പൈനാപ്പിൾ പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കട്ടോ. അതിന് പൈനാപ്പിൾ തോലൊക്കെ ചെത്തിയിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസാക്കി മുറിച്ച് വെച്ചതാണ്, കഴുകിയിട്ട്. ഇനി അത് നമുക്ക് കുക്കറിലിട്ടിട്ട് നമുക്ക് ഒരു വിസിലടിച്ചാൽ മതി, വെന്ത് കിട്ടും കേട്ടോ. അതിനായിട്ട് നമുക്കൊരു കുക്കർ എടുക്കുക. അതിലേക്ക് നമ്മൾ കഴുകി മുറിച്ച് വെച്ചത് പൈനാപ്പിളൊക്കെ ഇട്ട് കൊടുക്കുക. അതിൽ 2-3 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ ഒരു വിസിൽ വരുത്തുക കേട്ടോ. ഒറ്റ വിസിൽ വന്നാൽ മതി, എന്നാൽ തന്നെ അത് വേഗം പെട്ടെന്ന് വെന്ത് കിട്ടും. അത് വെന്ത് കിട്ടുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കുക. അതിന് ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തൈരും ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തതിൻ്റെ ശേഷം അത് വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കിയ മാതിരി തന്നെ കടുക് ഒന്ന് ചതച്ചെടുക്കുക. അപ്പോഴേക്കും അതൊക്കെ കഷ്ണമൊക്കെ വെന്ത് വന്നു. അധികം കടുക് അരയേണ്ട, കടുക് നല്ലോണം അരഞ്ഞു കഴിഞ്ഞാൽ കയ്പ്പ് രസം വരും കേട്ടോ. അതുകൊണ്ട് ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. പിന്നെ അരച്ച് വെച്ച തേങ്ങയൊക്കെ നമ്മൾ വെന്ത് വന്ന കഷ്ണത്തിലേക്ക് അരച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും മുളകും കരിവേപ്പിൻ്റെ ഇലയൊക്കെ വറുത്തിടുക. അതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി കഴുകിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ പൈനാപ്പിൾ പച്ചടിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ പൈനാപ്പിൾ പച്ചടി. അപ്പോൾ സദ്യയിൽ ഓണത്തിന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.